നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ കൃഷിയെ സ്നേഹിക്കുന്നവർക്കെല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഇത് തിരുവല്ലയിൽ നിന്ന് നമ്മൾ മാന്നാറിലേക്ക് പോകുമ്പോൾ പുളുക്കിയിടുന്ന സ്ഥലത്ത് കാണുന്ന ഒരു കാഴ്ചയാണ്. ഇത് ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ ഉള്ളതല്ല, ഇവിടുത്തെ സ്ഥിരം കാഴ്ചയായി കാണുന്നത്. കേരളത്തിന് വെളിയിൽ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെ പല തരത്തിലുള്ള വാഴവിത്തുകൾ, ചേന, ചേമ്പ്, കാച്ചിൽ ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് ലോഡ് കണക്കിനാണ് ഇറക്കുന്നത്. ഇറക്കി ഇവിടുന്നാണ് കേരളത്തിൻ്റെ നാനാഭാഗത്തേക്കും കർഷകർ വാങ്ങിക്കൊണ്ട് പോകുന്നത്. കപ്പയുടെ കമ്പ് അതുപോലുള്ള കൊച്ചു കൊച്ചു സാധനങ്ങളെല്ലാം നമ്മളിന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളെ പലതും നമുക്കിന്നിവിടെ കിട്ടും. ഇത് കണ്ടില്ലേ, പ്ലാച്ചക്ക, മാങ്ങ, വെള്ളരിക്ക, ഇതൊക്കെ വീടുകളിൽ നിന്ന് കൊണ്ടുവെക്കുന്നതാണ് ഈ കപ്പയും മാങ്ങയും എല്ലാം. പിന്നെ കൂടാതെ നമുക്കിവിടെ എന്നും കിട്ടുന്ന ഒരു വസ്തു ഉണ്ടായിരുന്നു, കമ്പിളി നാരങ്ങ. ആ കമ്പിളി നാരങ്ങ ഇന്നിവിടെ ഇല്ല, പക്ഷേ കേരളത്തിൽ എവിടെ കിട്ടിയില്ലെങ്കിലും ഇവിടെ ആ സാധനം എന്നും സുലഭമായിട്ട് കിട്ടുമായിരുന്നു. നല്ല മധുരമുള്ള കമ്പിളി നാരങ്ങ, വെള്ളയും ചുവപ്പും ഇവിടെ നമുക്ക് കിട്ടുമായിരുന്നു. ഇന്നിപ്പോൾ അത് ഞാനിവിടെ കണ്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ എതിർവശത്തായിട്ട് കുറച്ച് സ്ഥലമുണ്ട്, അത് മറ്റമായിട്ട് കിടക്കുക. പക്ഷേ അവിടെ ചില ചെടികളൊക്കെ കിളിച്ച് നല്ല പുൽമേടും പിന്നെ പൂക്കളുമായിട്ട് നിൽക്കുന്ന കുറേ വൃക്ഷങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. അവിടെ ഫോട്ടോഷൂട്ടിനായിട്ടും അല്ലാതെ നമ്മുടെ സേവ് ദ ഡേറ്റിനും കല്യാണം കഴിഞ്ഞിട്ടുള്ളവരും ഒക്കെ ഇവിടെ വന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കുന്നുണ്ട്. ഇപ്പം വിഷുവിനോട് അനുബന്ധിച്ച് അവിടെ പൂക്കളെല്ലാ തരത്തിലുള്ള പൂക്കൾ വിരിഞ്ഞ് നിൽക്കുമായതുകൊണ്ട് എല്ലാവരും വരുന്നുണ്ട്. നല്ല രസമാണ് ഈ സ്ഥലം കാണാൻ. ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ 1-2 ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവർ ഷൂട്ട് ചെയ്ത് മാറിയതിന് ശേഷമേ നമുക്ക് മറ്റൊരാൾക്ക് കയറാൻ പറ്റുകയുള്ളൂ. പക്ഷേ അത് ഒത്തിരി സമയം എടുക്കുന്നതുകൊണ്ട് എല്ലാവരും കൂടെ അങ്ങനെ കയറി ഇറങ്ങി നിന്നൊക്കെ മിക്സായിട്ടൊക്കെ അങ്ങനെ വീഡിയോയും ഫോട്ടോ എടുത്ത് അങ്ങനെ അങ്ങ് മാറുവാണ്. നല്ല രസമുള്ള സ്ഥലമാണ്. നിങ്ങൾ എല്ലാവരും ദൂരമില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഇത് കാണണം. ഫാമിലിയായിട്ട് വന്നാൽ നല്ല ഫോട്ടോസ് എടുക്കാം, അല്ലാതെ വന്നു കഴിഞ്ഞാലും എടുക്കാം. എല്ലാവർക്കും നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു വ്യൂ ആണ്. നമ്മുടെ ഈ അടുത്ത സ്ഥലത്തൊന്നും ഇതുപോലുള്ള ഒരു ഭാഗം ഞാൻ കണ്ടിട്ടില്ല. നല്ല ഭംഗിയാണ്. ഇത് നമ്മുടെ കണിക്കൊന്നയല്ല, മറ്റൊരു ചെടിയാണ്. പക്ഷെ അത് നന്നായിട്ട് പൂത്തുലഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലോട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.